ആണല്ലോടാ. എന്തേ ഒരുക്കങ്ങളൊക്കെ റെഡിയായി? ഞാൻ നോക്കണം, സെറ്റായി. ഞാൻ അച്ഛനും അമ്മയോടും പറഞ്ഞിട്ടില്ല പോണ കാര്യം. അയ്യോ, അപ്പൊ പിന്നെ പറയാതെ അങ്ങനെ 2 ദിവസം കഴിഞ്ഞല്ലേ നമ്മൾ വരുള്ളൂ. ടൂർ പോകണമെന്ന് പറഞ്ഞാൽ അമ്മ സമ്മതിക്കൂലടാ. അമ്മ ഒന്നാമത് പ്രായമല്ലേ. പിന്നെ നീ എന്തെന്ന് പറഞ്ഞു? ഞാൻ പണിക്ക് പോകണമെന്ന് പറഞ്ഞേക്ക്. പണിക്ക് പോകാത്ത നീ പണിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു സന്തോഷമായിട്ടുണ്ടാവും. അതെ അതെ. പിന്നെ ഞാൻ വന്നത് നമ്മുടെ ബഡ്ജറ്റിൽ ചെറിയൊരു മാറ്റം വരും കേട്ടോ. 3000 രൂപ പോരെ ഒരാള്? 3000 രൂപ വെച്ചിട്ടാണ് ഒരാൾ പറഞ്ഞിരുന്നത്. പക്ഷെ 4000 രൂപയെങ്കിലും വരും. എടാ, നമ്മുടെ ബഡ്ജറ്റിൽ ചെറിയൊരു മാറ്റം വരും കേട്ടാ. ബഡ്ജറ്റിലെ ചെറിയൊരു മാറ്റം വരുമെന്ന്. എന്താണ് ബഡ്ജറ്റ്? നമ്മൾ ഒരാൾ 3000 രൂപ വെച്ച് ഷെയർ ഇടാന്ന് പറഞ്ഞാണ്. പിന്നെ 4000 രൂപ വരും. ഇതിന് മദ്യത്തിന് വില കൂടി 10% വെച്ചിട്ടാണ് കൂടിയേക്കണത്. വില കൂടിയാ? കൂട്ടൂന്ന് പറഞ്ഞല്ലേ കൂടിയാ? കൂട്ടുന്നത് കൂട്ടിയിട്ടാണ് അവർ കൂട്ടുമെന്ന് പറഞ്ഞത്. ഇപ്പൊ കൂട്ടുമെന്ന് പറയുമെങ്കിലും ചെയ്തല്ല. സാധാരണ കൂടിക്കൊണ്ടിരിക്കണായിരുന്നു, ആരും അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഇനി ലോട്ടറിക്ക് വില കൂടൂല? ഇത് രണ്ടും ഉണ്ടെങ്കിലല്ലേ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. എന്നാലേ ഇവർക്ക് ഇത് കിട്ടിയെങ്കിലേ പെൻഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. പെൻഷന്റെ കേസ് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർത്താ, അമ്മയുടെ പെൻഷൻ ചിലപ്പോൾ വരാറായി കാണും. വന്നിട്ട് വേണം ഈ ടൂറ് പോയിട്ട് വന്നിട്ട് 2 ദിവസം അടിച്ചു വിളിക്കണം. അതിനാ സാധനം മേടിക്കണ്ടേ? നമ്മുടെ പെൻഷൻ കാശ് വരണ്ടേ? എടാ, ഒരു പ്രായമായിരിക്കണല്ലേടാ, അവർക്ക് വയ്യാത്തല്ലടാ, അവർക്ക് മരുന്ന് മേടിക്കണ്ടേ ഈ പൈസക്ക്? അതാണോ വലിയ കാര്യം? അമ്മയ്ക്ക് മരുന്ന് മേടിക്കണോ വലിയ കേസ്? അതാ ഞാൻ സ്മോൾ അടിക്കണോ? ആയിക്കോട്ടെ. പിന്നെ അവിടെ കോഡ് ഇറങ്ങിയിട്ടെന്ന് അറിഞ്ഞത്. അപ്പൊ പണി പാടില്ല. അല്ല, ഈ സ്കോഡ് ഇറങ്ങിയാൽ നമ്മൾ വെള്ളം അടിക്കും, നമ്മളെ പൊക്കും. സ്കോഡല്ല, കോട മഞ്ഞ്. മഞ്ഞ? അപ്പൊ നമ്മൾ ഇനിയും ബഡ്ജറ്റ് കൂട്ടേണ്ടി വരും. ഇറങ്ങും തോറും നമ്മൾ അടി കൂടിക്കൊണ്ടിരിക്കൂലേ നമ്മള്. എന്തായാലും 2 ദിവസം ടൂർ അടിച്ചു വിളിക്കണം. നാളെ കാണാം. അടിപൊളി. ഓക്കെ ഓക്കെ. രാവിലെ മണി 4ആയി. 6 മണിക്ക് പോണേ. എന്നാലും നേരത്തെ ഇരുട്ട് മുമ്പ് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. പണി തുടങ്ങണ്ടേ? അടി തുടങ്ങണ്ടേ? നല്ല തണുപ്പാണെന്ന് പറഞ്ഞ. ഓക്കെ ഞാൻ റെഡിയാവും. കുളിക്കണം. ഡേയ്, ആ പുതിയ 2 ഷർട്ട് മുണ്ടൊന്ന് തേച്ച് വെച്ചേ. എവിടെ പോണം? 2 ഷർട്ട് മുണ്ടൊന്ന് തേച്ചേ. ഞാൻ ചോദിച്ചോ കേട്ടാ, നിങ്ങൾ എവിടെ പോണെന്ന്? തേക്കടി. എവിടെ പോണെന്ന് ചോദിച്ചിട്ട് അത് പറയാനില്ലല്ലോ. അതല്ലടി, മലയാളത്തിലല്ലേ പറയണത് തേക്കടി. നല്ല സൗകര്യമില്ല. ഇംഗ്ലീഷിലല്ലല്ലോ പറഞ്ഞത്, മലയാളത്തിലല്ലേ പറഞ്ഞത്. പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തിന് ഞാൻ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ എവിടെ പോണ? എനിക്ക് കലി കയറണുണ്ട്. നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി എന്തെങ്കിലും പറ്റിയാ ഞാൻ അറിയുവോ? സ്ഥലം പറയാണ്ട്. ഇനി അത് പോട്ടെ, ആരെങ്കിലും നിങ്ങള് തിരക്കി ഇവിടെ വന്ന് എവിടെ പോയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? നിങ്ങൾ ഇവിടെ പോണ പക്ഷെ അത് പറ ആദ്യം. തുണി ഞാൻ തേച്ചു തരാം. പോണ സ്ഥലം ആദ്യം പറ, എന്നിട്ട് തേക്കാം. ഇത് ദൈവം ഇതിനെയൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി? എവിടെ പോണെന്ന്? നല്ല സൗകര്യമില്ല തേക്കാനായിട്ട്. അത് കൊള്ളാല. ഏതാണ്ട് ഉടായിപ്പാണ്. അതാണ് പോണ സ്ഥലം പറയാൻ ഇത്ര മടി. ഷട്ടുമുണ്ടും തേക്കാൻ പറഞ്ഞിട്ട് അവള് തേക്കാനല്ല. നല്ല സൗകര്യമില്ല തേക്കാനായിട്ട്. പോണ സ്ഥലം ഇതുവരെ പറഞ്ഞില്ലല്ലോ. എടാ, ഒരു 100 വട്ടം ഞാൻ ഇയാളോട് ചോദിച്ചു എവിടെ പോണെന്ന്. എന്നിട്ട് അയാൾ തുണി തേക്കണ കാര്യം പറയണല്ലാതെ പോണ സ്ഥലം പറയാനില്ല. എനിക്കും പറ്റൂല. ഇയാൾക്കാ പറയാൻ കഴിയില്ല. നീ എങ്കിലും ഒന്ന് പറയാം എവിടെ പോണത്? അത് കൊള്ളാല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കെട്ടിയൻ എന്നെ ഇടിപൊടിന്ന് വിളിക്കും. എന്ന് വെച്ച് കണ്ടവന്മാര് വീട്ടിൽ കയറി ഒന്ന് ഇടിപൊടിന്ന് വിളിച്ചിട്ടില്ല, അടിച്ച കാരണം വിളിക്കും. പറഞ്ഞാ മനസ്സിലാവൂല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പെടാപ്പാട് വെട്ടിയിരിക്കണ ഇപ്പൊ ഇവിടെ കിടന്നു. നിനക്ക് എന്നാ കാര്യടാ എന്നെ ഇടിപൊടിന്ന് വിളിക്കും? ഞാൻ ഒരു വട്ടം പറഞ്ഞു, ഇനി ഞാൻ അടിക്കും, സത്യമായിട്ട് അടിക്കും ഞാൻ. മനസ്സിലായില്ലേ ഇപ്പൊ പറഞ്ഞത്? പിന്നെ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. പറയണ്ടേ? കോട്ടയം കുമളി വഴി തേക്കടിക്ക് പോണെന്ന് ഞങ്ങ ടൂറ് പോണ തേക്കടിയുടെ കാര്യമായിരുന്നാ പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ എപ്പം വായിലെ വെള്ളം പറ്റിയ. അതെ, ഞാനും വന്നി തേക്കടിക്ക്. നീ വന്നേ, പിന്നെ ഞാനില്ല. നിങ്ങൾ പോയിക്കും. ആടാ, ഇനി ഞാൻ ചേട്ടനില്ലാതെ നിങ്ങളുടെ കൂടെ തേക്കടിക്ക് ടൂർ വരാം. എന്തേ കൊള്ളാലോ നിന്റെ മനസ്സിലിരിപ്പ്? കാരണം കൊണ്ടുപോയ ആംബുലൻസിനെ അവള് നിന്നെ വീട്ടിൽ കൊണ്ടു നോക്കും. ചില സമയത്ത് ഇയാളുടെ സ്വഭാവം കണ്ടാലുണ്ടല്ലോ, കത്തിയെടുത്ത് കുത്തിക്കൊല്ലാ തോന്നും. എന്നെ കത്തിയെടുത്ത് കുത്തിയാ നീ തന്നെ ചാവും. അതെങ്ങനെയാണ്? ഞാൻ ചേച്ചിയല്ലേ ചേട്ടനല്ലേ കുത്തണം, അപ്പൊ ചേട്ടനല്ലേ ആവുള്ളൂ. അവളെ എന്നെ കുത്തിയാ അവള് തന്നെ ചാവും. എങ്ങനെയാണെന്ന്? ചേട്ടനല്ലേ ആവുള്ളൂ. എടാ, എന്റെ ചങ്കിലിരിക്കണത് അവളല്ലേ, അപ്പൊ അവളല്ലേ ചാവുള്ളൂ. പൊന്നോ, എന്തൊരു സ്നേഹം. എനിക്ക് അങ്ങോട്ട് സൂയിച്ച്. ഞാൻ എന്ത് ചെയ്താലും ഇല്ലേ ഇവക്കടെ കൺമുന്നിൽ അത് തെറ്റാണ്. ഞാൻ എന്ത് നേരി പറഞ്ഞാലും അവക്കത് നുണയാണ്. ഞാൻ എന്തും ചെയ്യണത് ശരിയല്ലെന്നാ പറഞ്ഞ. അവള് ചെയ്യണതാണ് ഈ വീട്ടിലെല്ലാം ശരി ആണ്. ഞാൻ ചെയ്യണതൊക്കെ ശരി ഞാൻ ചെയ്യണതൊക്കെ തെറ്റും ആണ്. നിങ്ങൾ ചെയ്യണതൊക്കെ തെറ്റാണ്. നിങ്ങൾ എന്തെന്നാ നല്ലത് ചെയ്തിട്ടുള്ളത്?
പോട്ടെ ചെയ്യണ്ട. വായെടുത്ത ഒരു നല്ല വർത്താനം എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? എന്ത് പറഞ്ഞാലും നോണേ എന്നെ പറ്റി നിന്നോട് എന്തെങ്കിലും പറഞ്ഞു കാണും. ഒന്നും നീ വിശ്വസിക്കരുത്. എടാ നീ വിശ്വസിക്കരുത് കേട്ടോ. വായെടുത്തോണേ പറയുള്ളൂ. എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് പറഞ്ഞോ? ഇന്ന് രാവിലെ കൂടി പറഞ്ഞോളൂ. പറയട്ടെ. എന്തിന് പറയടാ നീ പറയടാ. ചേച്ചി ചേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ചേട്ടന് ഐശ്വര്യവും സന്തോഷവും എല്ലാം ഉണ്ടായതെന്ന് പറഞ്ഞു. ചില സമയത്ത് ഇങ്ങനെ നേരും പറയാറുണ്ടടാ. അതെ ഞാനൊന്നും മഞ്ഞില്ല തേക്കടിക്ക്. നിങ്ങൾ പൊക്കോട്ട് കൂടണേ. ഞാൻ ഒന്ന് റെഡി ആവട്ടെ. പെട്ടെന്ന് ഇല്ല കുളിക്കണ്ട, ഞാൻ ഷർട്ട് മുണ്ടൊന്ന് വെച്ചാൽ മതി. കുളിയില്ലല്ലോ, അറിയാലോ. ഞാൻ മഞ്ഞില്ലെന്ന് കേക്കാൻ കാത്തിരുന്നു. ഹലോ, എവിടെയുണ്ട് ചേട്ടനെ? ദേ തേക്കടിക്ക് ടൂർ പോവാൻ പോണെന്ന്. ആ എന്നാ ഒരു കാര്യം ചെയ്, ഇങ്ങോട്ട് വാ. 2 ദിവസം നമുക്ക് ഇവിടെ നിക്കാം. ഞാൻ ഇല്ലടാ, ഞാൻ മല്ലടാ. സുഖമില്ല, മനസ്സിനൊരു സുഖമില്ല. മഞ്ഞില്ലേ? അവിടെ വരെ പോകാനൊരു ഒരു ഒരു ഇതില്ല. നിങ്ങൾ എന്താണ് കുറച്ചു നേരത്തെ പറഞ്ഞ് വന്നെന്ന്? ഇല്ലടാ, ഇവിടെ ഒറ്റ ആക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വരുമ്പോ അത് ഒരു സുഖമല്ല. 2 ദിവസം കൊണ്ട് ജീവിതത്തിൽ വേറെ വല്ല മാറ്റങ്ങളുണ്ടായ അതിലും വലിയ വെയിറ്റ് ചെയ്യുന്നു. അതൊന്നും ഞാൻ ഇല്ല, നിങ്ങൾ പോയിക്കോ. എടാ ദേ പുള്ളിക്കാരൻ പറ്റില്ലാന്ന് 4 പേരോട് കൊള്ളാന്ന് പറഞ്ഞ. ഇങ്ങോട്ട് വാങ്ങണം. ഞാനും വെറുതെ ഫോൺ ചെയ്തു. രാവിലെ ഇറങ്ങി പോന്നാണല്ലോ, പോയില്ല ഇതുവരെ. നീ ഇങ്ങോട്ട് പോന്നാ? എന്താണ്? ഞാൻ രാവിലെ വന്നപ്പോ നിങ്ങൾ രണ്ടും കൂടി ഇവിടെ പണക്കമായിട്ടിരിക്കണം. മുതൽ ധൃതി പിടിപ്പിക്കണം. അത് എടുത്തു നോക്കി, ഇത് എടുത്തു നോക്കുന്നു പറഞ്ഞിട്ട് എല്ലാം എടുത്തു വെച്ചോട്ട് പോവാതെ എവിടെ ഇരിക്കുന്നു. അല്ല നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇപ്പൊ ഞാൻ ചേച്ചി വിളിച്ചിട്ട് വന്നത്. നീ എപ്പോ ഇവളാണ് ഫോൺ ചെയ്തത്? പിന്നല്ലാതെ ഇവൻ പോയി കഴിയുമ്പോ ഇവള് ഇവിടെ ഒറ്റയ്ക്ക്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാനും ഇവിടെ ഒറ്റയ്ക്ക്. ഞങ്ങൾ രണ്ടുപേരും കൂടെ രണ്ടടുത്ത് ഒറ്റയ്ക്ക് വെക്കണം. എന്തിനാ? ഇവള് വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒന്നിച്ച് ഇവിടെ നിക്കാലോന്ന് ഓർത്തിട്ട്. അവളെ ഇവിടെ ആളായില്ല. നിങ്ങൾ ആരാണെന്ന് ഓർത്ത്? ഇല്ല, ഞാൻ ഈ ഒറ്റക്കടലാന്ന് വരുത്തിയിട്ടാണ് പോക്ക് ക്യാൻസൽ ചെയ്ത്. അങ്ങനെയാണെങ്കിൽ പോവാലോ നമുക്ക്. ചേച്ചിക്ക് ഇന്നലെ എന്നോട് ഒരു വാക്ക് പറയായിരുന്നില്ലേ? എന്തേ? ഗൾഫിൽ നിന്ന് അമ്മാവന്റെ മോൻ വന്നിട്ടുണ്ട്. കൊറേ നാളായി അവനൊന്ന് കാണണമെന്ന് പറയണേ. ഞാൻ ഇയാള് പോവാണല്ലോ എന്തായാലും. അപ്പൊ 2 ദിവസം അവിടെ പോയി നിക്കാന്ന് ഓർത്താണ്. പനില്ലെന്നാ? അതാ എന്താണെന്ന് എന്താന്നറിയാൻ പറ്റില്ല, ചെറിയൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഒരുങ്ങിയതല്ലേടാ, പോടാ. ഞാൻ ഇവിടെ ഇല്ല, ഒറ്റക്കാടെന്ന് കരുതിയിട്ടാണ് വരാതിരുന്നത്. ഇപ്പൊ ഇവൾക്ക് കൂട്ടാവളുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പോക്ക് പോവാല്ല. അല്ല അവളില്ലെന്ന്, അവള് അമ്മാവന്റെ മോനെ കാണാൻ പോയി. ഞാനില്ല. എടാ അമ്മാവന്റെ നിങ്ങൾ പോയിട്ടോ? ആണോ? അവനാണ് വിളിക്കണം. എന്താടാ? അവൻ മഞ്ഞില്ലൊന്നിപ്പ, ഞാൻ വന്നുണ്ട്. നീ വന്നില്ലെന്നാ? എന്താണ്? ആണോ? അപ്പൊ കുലുമാലല്ല. എന്താണ് ഒരുങ്ങി ഇപ്പൊ ആരും പോണില്ലേ? സാബുല്ല. എന്തേ? സാബുവിന്റെ കൂടെ പഠിച്ച മോളിനേറ്റേ മിനിഞ്ഞാന്നേറ്റേ കണ്ട് അവരൊരുമിച്ചായിട്ട് ഒരു ഫോട്ടോ എടുത്ത് അത് FB-ലായിട്ട് ഇട്ട്. അപ്പൊ അവന്റെ വൈഫ് ചോദിച്ചു ആരാന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു കൂടെ പഠിച്ച മോളിയാണെന്ന് പറഞ്ഞു. അതിനിപ്പോ എന്താ, ഞങ്ങളും ഒക്കെ കൂട്ടുകാരെ കാണുമ്പോ സാബുവിന്റെ വൈഫ് എന്ത് നല്ല പെങ്കൊച്ചാണ്. അല്ല, ഫോട്ടോ ഇട്ടതിൽ അവള് കുഴപ്പമൊന്നുമില്ല. അതിന്റെ അടിയിൽ അവരുടെ കൂടെ പഠിച്ച രമേശനല്ലേ, അവനൊരു കമന്റ് ഇട്ടെന്ന്, നീ ഇപ്പോഴും ഇവളെ വിട്ടിട്ടില്ലല്ലേ. ആകെ തകർന്ന് തരിപ്പണമിരിക്കണത്. എന്തുണ്ട്? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടി പോയതായാലും. അല്ലല്ല, ഞാൻ വന്നില്ല. നീ അമ്മാവന്റെ മോളെ നമുക്ക് അങ്ങോട്ട് പോയി കാണാം. അത് ഞാൻ പൊക്കോളാം, നിങ്ങൾ റെഡി. ചെല്ലി, ഇവിടെ ഞാനുണ്ടല്ലേ. കളിയാണ്. ഒരുങ്ങിക്കെട്ട് ബാഗും തൂക്കി വന്നു പോണില്ല. നീ ചെറുക്കനൊക്കെ എന്ത് ഭ്രാന്താണ്. പോണ്ടേച്ചി. ചെല്ലി ചെല്ലി, സംശയമാണത്. പിന്നല്ലാണ്ട് എനിക്ക് മനസ്സിലായി. നിങ്ങളൊരുങ്ങണില്ലേ? എന്നാ പോവാൻ നോക്ക്. എടാ റെഡിയായില്ലേ ഇതുവരെ? എന്റെ പൊന്നേ, നിങ്ങൾ റെഡിയായല്ലേ? എന്നാ ഇത്? അല്ല പോണ്ടേ നമുക്ക്? എന്റെ കാര്യത്തിലല്ലടാ, അവൻ വരുന്നില്ല. ഇതുപോലെ ഒരു പെണ്ണുണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ആരാണ്? എന്തുപറ്റി? അവന്റെ ഭാര്യയുടെ അമ്മാവന്റെ മോൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇവൻ പോകുമ്പോ അവൾ അവിടെ പോയി നിൽക്കുമെന്ന് പറഞ്ഞോടി അവന് സംശയം തുടങ്ങി. സംശയം ജീവിതത്തിൽ വന്ന ദാമ്പത്യം അറിഞ്ഞില്ല മോനെ. അതാണ് നമ്മളൊക്കെ ജീവിക്കണം. എന്താണ്, മാതൃകാ ദമ്പതികളായിട്ടാണ് ജീവിക്കുന്നത്. ഇതിന്റെയൊക്കെ ഒരു മെയിൻ പ്രശ്നം എന്നാ അറിയാമോ? കല്യാണം കഴിച്ചാണ്. ബാച്ചിലറായിട്ട് ഞങ്ങളെ പോലെ ബാച്ചിലറായിട്ട് ജീവിക്കണമെങ്കിൽ സ്വാതന്ത്ര്യമായിട്ട് എവിടെയും പോകാം. വേറെ അറിയാമോ, ഈ കൊളംബസ് എന്തുകൊണ്ടാണ് അമേരിക്ക കണ്ടുപിടിച്ചത്? ഈ വാസ്കോഡിഗാമ എന്തുകൊണ്ടാണ് കോഴിക്കോട് വന്ന് കാല് കുത്തിയത്? അവര് ബാച്ചിലറാണ്. അവര് കല്യാണം കഴിച്ചിട്ടില്ലേ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവര് കപ്പലെ പോരുമ്പോ തന്നെ എവിടെ എത്തി? വീഡിയോ കോൾ വന്നേ, നിങ്ങളിപ്പോ 6 കൂടെയാണ്, എന്ത് ചെയ്യണ്? എന്തെല്ലാം കാര്യങ്ങൾ ഈ ഭാര്യമാർക്ക് അറിയണം.
കല്യാണം കഴിക്കാതെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്വാതന്ത്ര്യമായിട്ട് നടക്കും. ഇതിപ്പോ അവനോട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക. പക്ഷെ എന്നാലും അവനെ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. അയ്യോ വെറും സംശയരോഗി ആണല്ലേ? അയ്യോ നിങ്ങൾ ഈ വർത്താനം പറഞ്ഞു നിങ്ങൾ പോവാൻ നോക്ക്. വാ നമുക്ക് പോവാം. അല്ല ഞാൻ ഇപ്പൊ ഇവനെ ആലോചിക്കണം, ഞാൻ പോയാൽ ഇവള് തനിച്ചായിട്ട് അല്ല അത് ശരിയാണ്. നിങ്ങൾ നോക്കോ. നീ ഇവിടെ ഒറ്റക്കല്ലേ? ഞാൻ എങ്ങനെ ഒറ്റയ്ക്കാകണത്? ഇവിടെ ചുറ്റുവട്ടം നിറയെ ആൾക്കാരല്ല. തന്നെയല്ല എന്തൊരു ആവശ്യം പറഞ്ഞ ഒരു മിസ് കോൾ അടിച്ചാൽ മതി, അപ്പൊ ഇവിടെ സ്പോട്ടിൽ പാഞ്ഞത്ത് ഓട്ടോക്കാരൻ സുഭാഷ്. പിന്നെ എനിക്ക് എന്തിനാണ്? അപ്പൊ നീ റെഡിയാകും, നമുക്ക് പോകാം. നിങ്ങൾ പോയിക്കോ, ഞാനിനി ഒട്ടും വരുന്നില്ലടാ. നിങ്ങൾ എന്ത് വർത്താനം പറയാൻ? നിങ്ങൾ വേഗം പോവാൻ നോക്ക്. ഒരു സുഭാഷ്